ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ വനിതാ സംവരണ ബില്ല് അതിന്റെ കൂടെ ചേർന്ന് വരുന്ന ഡീലിമിറ്റേഷൻ ഇത് നമ്മുടെ രാജ്യത്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. പാർലമെന്റിൽ അത് പരാജയപ്പെട്ടതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP-യുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളൊന്നും ജനങ്ങൾ ഏറ്റെടുക്കാറില്ല. പക്ഷെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അത് ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയും ജനങ്ങൾ അത് ഏറ്റെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ഇന്നലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ വനിതാ സംവരണ ബില്ല് ഈ പരാജയപ്പെട്ടതിനെ തുടർന്ന് അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യം തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇപ്പൊ പാസ്സാക്കിയാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാസ്സാക്കാം, ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നമ്മുടെ പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നോക്കി പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തതാണ്. ചാണക്യൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വന്ന് ശിക്ഷപ്പെടുമായിരുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നോക്കി പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെന്തായാലും പാസ്സാവും. ആ പാസ്സാവുമ്പോൾ ഇപ്പം മോദി പറഞ്ഞത് ഈ കേരളത്തിന് 20 സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 തരാമെന്ന് പറഞ്ഞു. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഭരണഘടന ഫോഴ്സ് ചെയ്ത് പാസ്സാക്കുന്ന ഒരു സമയം വരും. അത് ഉടനെ തന്നെ വരും. കേരളത്തിന് സീറ്റുകൾ കുറയാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വന്ന് വികാര നിർഭരമായിട്ടൊരു പ്രസംഗമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് BJP രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി അടക്കം മാർച്ച് നടത്തുന്നു. അപ്പൊ ഇത് കേരളത്തിലും വലിയ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ ഉള്ളിൽ ഒരു വലിയ ചോദ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വനിതാ സംവരണ ബില്ലിനെ എതിർത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് തമിഴ്നാടും ബംഗാളും വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. തമിഴ്നാട്ടിലും ബംഗാളിലും ഇപ്പൊ ഇലക്ഷൻ കൂടെ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം കൂടെ നടക്കുന്നത്. എന്ത് തോന്നുന്നു? എനിക്ക് മനസ്സിലാകാത്ത കാര്യം, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ കൊട്ടിഘോഷിച്ചാണ് ഈ വാർത്ത നൽകിയത്. ഇന്നലെ മാത്രമല്ല, ഇന്നും അതിന്റെ ഹാങ് ഓവറൊന്നും ആർക്കും മാറിയിട്ടില്ല. രാഹുൽ മിടുക്കനായി തിരിച്ചു വരുന്നു. അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മനോരമ രാഹുലിന് ആ സത്യപ്രതിജ്ഞ ഇടാൻ പോകുന്ന കോട്ട് നെയ്യുന്നു. പിന്നെ സത്യപ്രതിജ്ഞ ബിരിയാണി മീഡിയ വന്ന് ഓർഡർ ചെയ്യുന്നു. രാഹുലിന് കിടക്കാനുള്ള തേക്കിന്റെ കട്ടില് റിപ്പോർട്ടർ ചാനലിൽ റെഡിയാക്കുന്നു. അങ്ങനെ വലിയ ആഹ്ലാദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റാലിൻ ഇപ്പോൾ ഒരു പണി BJP-ക്ക് കൊടുത്തിരിക്കുകയാണ്. രാജ്യസഭയിൽ അദ്ദേഹം ഒരു ബില്ല്, സ്വകാര്യ ബില്ലിന് അനുമതി ചോദിച്ചിരിക്കുന്നു. അതായത് വനിതാ സംവരണം നടപ്പാക്കണമെന്ന് പറഞ്ഞു. എടാ പൊട്ടന്മാരെ, മിനിഞ്ഞാന്ന് രാത്രിയിൽ അതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നു. ആ ബില്ല് 2023 പാസ്സായതാണ്. അത് ചെയ്തു. ഇന്നലെ രാത്രി രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 2023 വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഒരു ഉടായ്പ നാടകം. ഇനി രണ്ടാമത് പറഞ്ഞൊരു കാര്യം, ഈ നമ്മുടെ അവതാരകരൊക്കെ പങ്കെടുക്കുന്നതോട് ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ ഈ 543 നിങ്ങൾക്ക് നടത്തിയാൽ എന്താണ്? കേൾക്കുമ്പോൾ വളരെ രസമുണ്ടല്ലേ? കേൾക്കുമ്പോൾ സംഭവം ശരിയാണ്. ഈ 540 നടത്തിയാൽ എന്താ തെറ്റു? ഒരു തെറ്റുമില്ല. ഇത് പറയാനുണ്ടായ കാരണം എന്താണ്? അതാണ് ഇന്നലെ മോദി പറഞ്ഞത്. അത് ഞാൻ എന്താണ് കാരണം ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസിൽ സ്ത്രീ പ്രാതിനിധ്യമില്ലേ? ഉണ്ട്. ഞാനും എന്റെ പെങ്ങളും, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി. DMK-യിൽ സ്ത്രീ പ്രാതിനിധ്യമില്ലേ? ഉണ്ട്. ഞാനും എന്റെ പെങ്ങളും, സ്റ്റാലിനും കനിമൊഴിയും. തൃണമൂൽ കോൺഗ്രസിൽ സ്ത്രീ പ്രാതിനിധ്യമില്ലേ? ഉണ്ട്. ഞാനും എന്റെ മരുമോനും, മമതാ ബാനർജി, അഭിഷേക് ബാനർജി. സമാജ്വാദി പാർട്ടി സ്ത്രീ പ്രാതിനിധ്യമില്ലേ? ഉണ്ട്. ഞാനും എന്റെ പെണ്ണുമുള്ള ഡിംപിൾ യാദവും, അവരും ഇപ്പൊ MP ആണ്. ഇനി NCP വരുമ്പോൾ ഉണ്ടല്ലോ സ്ത്രീ പ്രാതിനിധ്യം. ഞാനും എന്റെ മോള് സുപ്രിയ, അവളും ഉണ്ടല്ലോ. ഇനി ഉദ്ധവും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മകൻ കെട്ടിയിട്ടില്ല, കെട്ടിക്കഴിഞ്ഞ ഒരു സീറ്റ് അതിനും കൊടുക്കണമല്ലോ. അതുമാണ് ഇന്നലെ മോദി പറഞ്ഞത്. കുടുംബാധിപത്യമുള്ള പാർട്ടികൾ ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ വരുമ്പോൾ കൂടുതൽ വനിതകൾ രംഗത്തേക്ക് എത്തും. 850 സീറ്റിലേക്ക് അല്ലെങ്കിൽ 816 സീറ്റിലേക്ക് വരുമ്പോൾ കൂടുതൽ വനിതകൾ അവിടെ രംഗത്തെത്തും. കൂടുതൽ വനിതകളെത്തി എന്ത് സംഭവിക്കും? അതിൽ കഴിവുള്ള വനിതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുംബാധിപത്യത്തിൽ ഇപ്പൊ കയറിയിരിക്കുന്ന ഭർത്താവിന്റെ ചെലവിലിരിക്കുന്ന സ്ത്രീയെയും പിന്നെ ആംഗ്ലയുടെ ചെലവിലിരിക്കുന്ന സ്ത്രീയെയും ഒക്കെ തൂത്തുവാരി അവരെടുത്ത് പുറത്തിടും. അല്ലെ? ഇവിടെയാണ് BJP അവരുടെ പാർട്ടിയിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ എല്ലാവരും ചോദിക്കും, PC ജോർജ് എന്താ മത്സരിച്ച, ഷോൺ ജോർജും ഇല്ലേ? അത് വേറൊരു കാര്യമാണ്. കാരണം PC ജോർജിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ജനപക്ഷം എന്ന പാർട്ടി. ആ പാർട്ടി BJP-യിൽ ലയിക്കുമ്പോൾ ആ പാർട്ടിക്ക് ഓഫറുകൾ കൊടുത്തിരുന്നു. ആ ഓഫറിന്റെ ഭാഗമായി സീറ്റുകൾ അന്ന് തന്നെ നൽകിയിരുന്നതാണ്. ഒപ്പം തന്നെ ആ പാർട്ടിയിൽ നിന്ന് വന്നവർക്കൊക്കെ ജില്ലയിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ പ്രാതിനിധ്യവും കൊടുത്തിരുന്നു. അത് അങ്ങനെ വന്നതാണ്. അല്ലാതെ ബേസിക്കലി PC ജോർജിന് അങ്ങനെ കൊടുത്തല്ല. അദ്ദേഹം ഒരു പാർട്ടി, ജനപക്ഷം എന്ന പാർട്ടി ലയിച്ചത് കൊണ്ടാണ് അത് കൊടുത്തത്. മറ്റ് ഏതെങ്കിലും ഒരാളുടെ ഭാര്യ ഒന്നുകിൽ അയാൾ മത്സരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഭാര്യ മത്സരിക്കും. അല്ലാതെ ഭാര്യയും ഭർത്താവും മത്സരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. കോൺഗ്രസിൽ ആംഗ്ലയും ബംഗളും അല്ലേ? അത് വയനാട് സീറ്റ് സംവരണം ചെയ്തിരിക്കുക. സാധാരണ നമ്മൾ കേൾക്കുന്നത് SC/ST സംവരണത്തിന് സീറ്റുകളുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിന് സംവരണം ചെയ്ത സീറ്റ് ഇവർക്ക് പണ്ട് ബറേലിയിലും അമേഠിയിലുമായിരുന്നു 2 സീറ്റ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അത് അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് അവിടെ ജയിച്ചത്. ഇപ്പൊ അവിടെ ഉപ്പ് വെച്ച കലം പോലായി. അപ്പൊ നേരെ തെക്കോട്ട് വന്നു. ഇനിയിപ്പോ ഇവിടുന്ന് പോകാൻ വേറെ വഴിയില്ല. അത് ആയി.
ഉത്തർപ്രദേശില് ഈ ഡിംപിൾ യാദവ് എങ്ങനെയാണ് വന്നത്? ഇല്ല, അഖിലേഷ് യാദവിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ വന്നത്. മമതയും അഭിഷേക് ബാനർജി മരുമോനാണ് അനന്തരവൻ. ഈ അഭിഷേക് ബാനർജിക്ക് പകരം വേറൊരു നേതാവിന് തൃണമൂൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. NCPയുടെ ശരത് പവാർ മകളെ അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടുവരുന്നത്? അതുകൊണ്ടാണല്ലോ പിന്നെ അജിത് പവാർ വേണമെങ്കിൽ വേറെ പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നത്. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഈ പാർട്ടികളെല്ലാം കൂടിയാണ് ഈ സ്ത്രീ സംവരണത്തെ എതിർക്കുന്നത്. അതിന് പ്രധാന കാരണം കൂടുതൽ സീറ്റ് വന്നാൽ കൂടുതൽ കഴിവുള്ള സ്ത്രീകൾ വരും. കൂടുതൽ കഴിവുള്ള സ്ത്രീകൾ കോൺഗ്രസിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കീജയ് വിളിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പിന്നെ അവർക്ക് കീജയ് വിളിക്കൂ? ഇവരുടെ ഈ മണ്ടത്തരം കേട്ട് കൈയടിക്കാൻ കുറെ ആള് വേണ്ടേ? ഇല്ലെങ്കിൽ ഇവർക്ക് എന്നൊന്നും നേതാവായിട്ടിരിക്കാൻ കഴിയുമോ? വേറൊരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ, കരുത്തായ ഒരു സ്ത്രീ വന്നാൽ വരില്ല. DMKയിൽ അങ്ങനെ വന്നാൽ വരുമോ? ഇല്ല. ഞാനിത് CPM പറയുന്നില്ല, കാരണം ആ പാവങ്ങൾ ഇതിനകത്തില്ല. അവരെ ഒന്നും ദേശീയ തലത്തിൽ ഒരു ചർച്ചയിലും പറയുന്നില്ല, ആരും പറയുന്നില്ല. ഞാൻ ഈ പ്രധാനപ്പെട്ട പാർട്ടികളുടെ കാര്യം മാത്രമാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്താണ് പറ്റുന്നത്? സ്ത്രീ വിഷയത്തിൽ, നാരി വിഷയത്തിൽ കോൺഗ്രസ് നാറി തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വലിയൊരു പ്രതിഷേധമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ടായിരുന്നത്. അതായത് രാജ്യവ്യാപകമായി മഹിളാ മോർച്ചയ്ക്ക് പ്രതിഷേധം ഇരമ്പുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയൊരു തിരക്കഥയുടെ ഭാഗമാണ്. അതായത് ഈ ബില്ല് പരാജയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ത്രീ വിരുദ്ധരാണ് എന്ന് തുറന്നു കാണിക്കാൻ തന്നെയായിരുന്നു. ഈ ഇലക്ഷൻ അതൊരു റിസൾട്ട് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സ്ത്രീകളെ ബഹുമാനിക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും വെസ്റ്റ് ബംഗാൾ. നമ്മൾ പറയും സ്ത്രീകളെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. തമിഴ് കൾച്ചർ അനുസരിച്ച് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് അവർ കൊടുക്കുന്നത്. അവരുടെ സിനിമകളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം. പെങ്ങളുടെ കൈ തൊട്ട ഉടനെ കൈവെട്ടുക, തൊട്ടവന്റെ കൈവെട്ടുക, ഇല്ലെങ്കിൽ അങ്ങനെ സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ സിനിമയിലെ ഹീറോയിസം തന്നെ നിലനിൽക്കുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ഹീറോ എന്ന് പറയുന്നത് നായികയെ ബലാത്സംഗം ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. വിധേയനൊക്കെ സിനിമ കണ്ട് കൈയടിച്ചവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ. അത് 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇനി മറ്റൊന്നിലേക്ക് വരാം. വെസ്റ്റ് ബംഗാൾ കാളി ദേവിയുടെ ഉപാസകരാണ്, കാളി പൂജകരാണ്, നാരീശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയാണ് സന്ദേശ് ഖാലി പോലെയുള്ളിടത്ത് അവിടുത്തെ ഗ്രാമീണരായ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തപ്പോൾ വലിയ പ്രതിഷേധം ഇരമ്പിയത്. ആ പ്രതിഷേധത്തിന്റെ അലയൊലികളാണ് ഇന്ന് മമതയുടെ തട്ടകം തകർത്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ അവരുടെ കാൽച്ചൂട്ടിൽ മണ്ണിളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഇന്നലെ ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ഈ സ്ത്രീകൾ ഇതിനെക്കുറിച്ച് മമതയ്ക്കൊന്നും പറയാനില്ലാത്ത അവസ്ഥ. കാരണം താൻ ഒരു സ്ത്രീ ആയിട്ടും തന്റെ ആ വർഗത്തിന്, ആ ഒരു വിഭാഗത്തിന് ഒരു ഗുണം വരുന്ന ഒരു കാര്യത്തിൽ അവർ നീങ്ങിയില്ല. പകരം സന്ദേശകാരി അടക്കമുള്ളിടത്ത് തന്റെ പാർട്ടി പ്രവർത്തകർക്ക് ബലാത്സംഗം ചെയ്യാനായിട്ട് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പണിയിലേക്ക് അവർ ഏർപ്പെട്ടിരുന്നു. എത്ര ബലാത്സംഗങ്ങളാണ് നടന്നത്? ഇന്നലെ അതിനകത്തൊരു വനിത, അവരുടെ റിയാക്ഷൻസ്, ബംഗാൾ ഇലക്ഷൻ ഞാൻ പതിവായി വാച്ച് ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാ പ്രാദേശിക ചാനലും ഞാൻ നോക്കുന്നുണ്ട്. അതിനകത്തൊരു ഒരു പെൺകുട്ടി പറയുന്നു, മമതാ ദീദി നിങ്ങൾക്ക് എന്ത് തന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ഒരു റേപ്പിന് വിധേയപ്പെട്ടാൽ 10 ലക്ഷം രൂപ തരുന്നുണ്ട്, ഇതിൽ കൂടെ എന്ത് വികസനമാണ് ദീദി തരേണ്ടത് ഞങ്ങൾക്ക് എന്ന് ചോദിക്കുന്നു. അതായത് ബലാത്സംഗത്തിന് ഇരയാകൂ, 10 ലക്ഷം രൂപ വാങ്ങും. ഇതാണ് അവരുടെ പോളിസി എന്ന് പറയും. ഇതാണ് ആ ബംഗാളിൽ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഇവരുടെ മുഖം ഒന്നുകൂടെ ക്ലിയർ ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞു. ഇവർ കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞെടുക്കുകയാണ്. ഈ ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞ 543 സീറ്റില്ല, അതിൽ തന്നെ സ്ത്രീ സംവരണം കൊടുക്കാം. അത് ഇന്നലെ തന്നെ നിയമമായി. രാഷ്ട്രപതി ജാമ്യം ഇറക്കിയതോടെ അത് 33% കൊടുക്കണം. അടുത്ത തവണ 20 സീറ്റാണ് മത്സരിക്കുന്നതെങ്കിൽ അതിൽ 7 കൊണ്ട് സ്ത്രീകൾ പോകും, അത് വേറെ കാര്യം. പക്ഷെ ഇവർ കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരാത്തതിന് കാരണം കഴിവുള്ള സ്ത്രീകൾ വരും. പഞ്ചായത്ത് രാജിൽ എന്താ സംഭവിച്ചത്? 50% സംവരണമാണ് പഞ്ചായത്ത് രാജിൽ സ്ത്രീകൾക്ക്. ഇപ്പൊ എന്ത് പറ്റി? ഒരുപാട് കഴിവുള്ള സ്ത്രീകളെ നമ്മളിപ്പോ ഈ കേരളത്തിൽ കാണുന്നില്ലേ? ഇന്ത്യ മുഴുവൻ കാണുന്നില്ലേ? ഇല്ലേ? ഈ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ വനിതകളാണ്. പുരുഷന്മാർ തന്നെ വളരെ കുറവാണ്. എല്ലായിടത്തും അത് 50%. അതും എല്ലാം നല്ല കഴിവുള്ള സ്ത്രീകളാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പം ഇവർക്കൊക്കെ കഴിവില്ല എന്നോ ഇല്ലെങ്കിൽ അവർ മൂലക്കിരിക്കേണ്ടവരാണ്. നമ്മളൊക്കെ ഇത്തരം സംവരണം 50% സംവരണം കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ പഞ്ചായത്ത് രാജില് പകുതി കൂടുതൽ സ്ത്രീകളെ കാണാൻ കഴിയുമായിരുന്നു. കാണാൻ കഴിയില്ലായിരുന്നു. സ്ത്രീകൾ മികച്ച ഭരണം നടത്തിയിട്ടില്ലേ? അപ്പം ഈ കൂടുതൽ കാരണം ഇന്ത്യയിലെ ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ 70 കോടി പേര് സ്ത്രീകളാണ്. അവരെ എത്ര നാൾ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും? സ്ത്രീകൾ എന്ന് പറയുന്നത് ഇന്ന് ഏത് മേഖലയിലാണ് അവർ പിന്തള്ളപ്പെട്ടിരിക്കുന്നത്? റോക്കറ്റ് ശാസ്ത്ര മേഖലയിലുണ്ട്, വിമാനം പറത്തുന്നുണ്ട്, കപ്പൽ ഓടിക്കുന്നുണ്ട്. ഇനി ഏത് മേഖലയിലാണ് അവരെ മാറ്റി നിർത്താൻ കഴിയും? ആ ശക്തിയെ തടുത്തു നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് സ്ത്രീ ശക്തിക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. നമ്മുടെ ആ ഒരു സങ്കല്പം തന്നെ അങ്ങനെയാണ്. നാരീശക്തിക്ക് വലിയ പ്രാധാന്യം തന്നെയാണ്. നാരീശക്തിയാണ് ഇന്ന് BJP നിലനിർത്തുന്നത്. അവരുടെ വോട്ടാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് മാമ എന്ന് അറിയപ്പെടുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, ഇവിടെ മാമ എന്ന് മറ്റേ ഹിമന്ത് ബിശ്വ ശർമ്മയെ വിളിക്കുന്നുണ്ട്, പക്ഷെ മാമ എന്നറിയപ്പെടുന്ന തോറ്റുപോകുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞതാണ്. അദ്ദേഹം 3ാമത്തെ റൗണ്ടിൽ എത്ര സീറ്റിനാണ് ജയിച്ചത്? റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. എന്താണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ, അവരുടെ സ്കീമുകൾ. ബീഹാറിൽ തോറ്റ് തുന്നമ്പാടും എന്ന് പറഞ്ഞില്ലേ? അവിടുത്തെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞത് ഇലക്ഷന് മുമ്പ്? വീഡിയോസ് ആരെങ്കിലും കാണാറുണ്ടോ? കാണാറില്ലാരും. അതാണ് ഞാൻ പറഞ്ഞില്ല. ഈ എപ്പോഴും ഞാൻ പറയും, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഏതെങ്കിലും AC മുറി ഇരുന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയം, ദേശീയ ജനങ്ങളെ അളക്കാൻ നിൽക്കരുത്.
ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞു കോൺഗ്രസ്സുകാര്, അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞു, അവരിറങ്ങി അവരൊന്ന് നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞു ഞാനൊരു സ്ത്രീയാണ്, ഞങ്ങൾക്ക് വേദനിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ റിയാക്ഷൻസ് വീഡിയോകൾ കാണണമെങ്കിൽ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതായത് നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കെതിരെ കോൺഗ്രസ് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചപ്പോഴാണ് അത് സ്ത്രീ വോട്ടർമാരാണ് ബീഹാറിൽ വലിയ രീതിയിൽ പോളിംഗിൽ പങ്കെടുത്തത്. അത് മനസ്സിലായല്ലോ. വലിയ രീതിയിൽ തന്നെ വോട്ടിംഗിൽ പങ്കെടുക്കുകയും ചെയ്തു. അവരവിടെ BJPക്ക് വലിയ വിജയം തന്നെയാണ് കൊടുത്തത്. അവിടെ ഉപ്പുവെച്ച കലം പോലായി കോൺഗ്രസ്. അവിടെ പിന്നെ ഈ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയൊക്കെ നടത്തിയ തലങ്ങും വിലങ്ങും നടന്നിടത്തെല്ലാം തോറ്റു. നടക്കാത്തടത്ത് 1-2 സ്ഥലത്തെങ്ങാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അവിടെ എല്ലാം തോറ്റു തുന്നം പാടുന്ന അവസ്ഥ. ഹരിയാനയിൽ എന്താ സംഭവിച്ചത്? ഹരിയാനയിൽ അവിടുത്തെ സ്ത്രീകളുടെ മനസ്സറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവർ ജാട്ടിന്റെ പുറകിൽ പോയി. ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതി ജാട്ടുകൾ ഇത്ര ശതമാനം പോയി BJP. പിന്നെ ഗുസ്തിക്കാരുടെ ബഹളം അതുകൊണ്ട് പോയി. പിന്നെ കർഷകരുടെ സമരം പോയി. എന്തായി ഹരിയാനയുടെ റിസൾട്ട് വന്നപ്പോഴത്തേനും? സ്ത്രീകളെല്ലാം കൂടെ ഒന്നടങ്കം പോയി വോട്ട് ചെയ്തില്ല. മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനത്തിൽ വന്നപ്പോൾ സ്ത്രീകളല്ലായിരുന്നു ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ്? അവിടെ ഇരുന്ന ഷിൻഡയുടെ സർക്കാരായിരുന്നു. നമ്മുടെ ഫട്നാവിസ് പിന്തുണ കൊടുക്കും, BJP പിന്തുണ കൊടുക്കുന്ന ബാക്ക് ചെയ്യുന്ന സർക്കാരായിരുന്നു. ഷിൻഡെ സർക്കാർ കൊടുത്ത ആനുകൂല്യങ്ങൾ എന്തായിരുന്നു? ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തു. കാരണം സ്ത്രീകളെ കൊണ്ടുവരാതെ, ഇല്ലെങ്കിൽ അവരെ മുൻനിരയിലേക്ക് കൊണ്ടു. കാരണം നമ്മൾ SC/ST വിഭാഗത്തിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംവരണം അടക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ പല പഞ്ചവത്സര പദ്ധതികൾ കൂടെ ഇല്ല പല പദ്ധതികൾ കൂടെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം അരികെ പറ്റിയവനെ അരികെ ചേർത്ത് നിർത്തണം, താഴേക്കിടകളെ മുകളിലേക്കിടെ കൊണ്ടു. അതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അത് തന്നെയാണ് നരേന്ദ്രമോദി ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അവരെ നമുക്ക് എല്ലാവർക്കും എല്ലാം കിട്ടണ്ടേ, അല്ലാതെ കുറച്ചു പേർക്ക് മാത്രം എല്ലാം കിട്ടിയാൽ മതിയോ? സബ്കെ സാത്ത് സബ്കെ വികാസം എന്ന് പറയുമ്പോൾ ആണിനും പെണ്ണിനും അല്ലേ എല്ലാവർക്കും തുല്യതയല്ലേ വേണ്ടത്? അതല്ലാതെ പിന്നെ ഹിന്ദുവിന് കുറച്ച് ക്രിസ്ത്യാനിക്ക് കുറച്ചെന്നുള്ളതല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത തന്നെ കൊടുക്കണം. ഇവിടെ മുസ്ലിം ലീഗിന്റെ അജണ്ട നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഈ സ്ത്രീ സംവരണം വന്നത് മുസ്ലിം ലീഗിന് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതൊക്കെ കൊണ്ട് അവരെതിർക്കുന്നതാണ്. സൗത്ത് ഇന്ത്യയെ മാത്രം നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പറയുന്നത്. അതിന് ഭാവി സൗത്ത് ഇന്ത്യ മതിയോ? ഇല്ലെങ്കിലും ഈ നിയമം ഇപ്പോഴത്തെ സെൻസസ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെൻസസ് പ്രക്രിയ തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നിയമമാകും. നിയമമാകുമ്പോൾ ധനുഷ് പറഞ്ഞ കണക്ക് ഇപ്പൊ 30 സീറ്റ് കൊടുക്കാമെന്ന് മോദി പറഞ്ഞെടുത്ത് ഇനി ആ 30 കിട്ടില്ല, വല്ല 17 വല്ലതും കിട്ടും. അതിൽ തന്നെ ഏതാണ്ട് 7 സീറ്റോളം സ്ത്രീകൾ കൊണ്ടുപോകും. ബാക്കിയുള്ള 2-3 സീറ്റ് സംവരണത്തിലും പോകും. 8 സീറ്റിന് വേണ്ടിയിട്ടായിരിക്കും പിന്നെ ഇടി. 140 സീറ്റ് ഉണ്ടായിട്ട് അത് വിഭജിക്കാൻ നേരെ പറ്റുന്നില്ല ഉമാർക്ക്. അപ്പോഴീ 8 സീറ്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ദക്ഷിണേന്ത്യ മാത്രം നോക്കിയാൽ മതിയാവും. ഉത്തരേന്ത്യ പിന്നെ ആ പാർട്ടി ഇല്ലല്ലോ. ഇപ്പൊ ബാക്കിയുള്ള പെണ്ണുങ്ങൾ എടുത്തിട്ട് അലക്ക്. ഇപ്പൊ ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ. വിവിധ സംഘടനകളാണ് അത്. അവര് പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചതിന്റെ ഒരു വലിയ കാര്യമുണ്ട് ധനുഷ്. അവർ അവതരിപ്പിക്കുമ്പോൾ പാർലമെന്റ് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? അവിടെയാണ് അതിന്റെ പോയിന്റ്. ഇവരെന്തുമാത്രം ബുദ്ധിയുള്ളവരാണെന്ന് ആദ്യം ആലോചിക്കണം. അവര് പാർലമെന്റിന്റെ ഗാലറി മുഴുവൻ ഈ സ്ത്രീകളുണ്ടല്ലോ, ആക്ടിവിസ്റ്റുകളായിട്ടുള്ളവർ, കലാസാംസ്കാരിക രംഗത്തുള്ള അത്തരം സ്ത്രീകളെ മുഴുവൻ കൊണ്ട് ഇവിടെ പാസ് കൊടുത്ത് ഗാലറി പാസ് എടുക്കണമല്ലോ, പാർലമെന്റിന്റെ ഗാലറി ഇരിക്കണം. പാസ് കൊടുത്ത് മുഴുവൻ പെണ്ണുങ്ങളായിരുന്നു സ്ത്രീകൾ. അവരെന്തിനാ വന്നിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബില്ല് പാസ്സാകുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ വന്നിരുന്നവരാണ്. ഇത് കൂടാതെ ദില്ലിയുടെ തെരുവോരങ്ങൾ അനവധി വനിതാ സംഘടനകൾ തയ്യാറായി നിന്നിരുന്നു, ലഡുവും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ട്. ഇത് പാസ്സാകും എന്നുള്ള ധാരണയിൽ. പാസ്സാകത്തില്ലെന്നുള്ള കാര്യം BJPക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഈ സ്ത്രീകൾ അങ്ങനെ കരുതിയിരുന്നു. ഇവിടെ മുത്തലാഖിനെതിരെ നിയമം വന്നു. അതിനകത്ത് മുസ്ലിം സ്ത്രീകൾ ലഡു വിതരണം ചെയ്ത് ആഹ്ലാദം നടത്തുന്നതും കണ്ടില്ലേ? കാരണം ഒരു കരാള നിയമമാണ് എടുത്തു കളഞ്ഞത്, അല്ലെ? അപ്പം ഇന്നലെ മോദി എണ്ണിയാണ് പറഞ്ഞത്. കാരണം ഈ രാജ്യത്ത് എന്ത് നന്മയ്ക്ക് നിയമം കൊണ്ടിരുന്നു അതിനെയൊക്കെ എതിർക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം എല്ലാ പൗരത്വ ഭേദഗതി പറഞ്ഞു, പിന്നെ അങ്ങനെ അനവധി കാര്യങ്ങൾ. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, യൂണിഫൈഡ് സിവിൽ കോഡ്, അതായത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടിട്ട് കോടതി പലവട്ടം പറഞ്ഞിട്ടും അതിനെ എതിർക്കുകയാണ് കോൺഗ്രസ്. ഏതായാലും ഞങ്ങൾ ഇതിനൊക്കെ പ്രതിജ്ഞാബദ്ധരാണ്, ഞങ്ങൾ ഇത് നടത്തിയിട്ടേ പോകൂ, അതിനുള്ള ശ്രമം തുടരുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഏതായാലും നാരി കോൺഗ്രസ് മുൻപോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇന്നലെ വരെ മെഴുകിയിരുന്ന ഒരൊറ്റ മാധ്യമങ്ങളും ഇല്ലെങ്കിൽ മാപ്രകളും ന്യായവും പറഞ്ഞിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം സാധാരണ ജനത്തിന് വരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.